Happy Magic Morning. Magic morning to all. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക. ഇന്നത്തെ വ്യാഴാഴ്ചയാണ്. അപ്പോൾ ഇന്നത്തെ സെക്ഷന്റെ പ്രത്യേകം നിങ്ങൾക്ക് അറിയാം, മൈ സ്റ്റോറി സെഷൻ ആണുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മൈ സ്റ്റോറി സെഷൻ വരുന്നത് നമ്മുടെ ബി മാജിക് മെമ്പർ ആയിട്ടുള്ള മേഘ മാം ആണ് സംസാരിക്കുന്നത്. സോ ഈ ഒരു നല്ലൊരു സെഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. മേഘ മാം, മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ്. എന്നെ കുറിച്ച് പറയാൻ ഒരു വേദി ഉണ്ടാവുക, അതെനിക്ക് ഈശ്വരൻ തന്ന ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. കാരണം ഞാൻ എന്നെ കുറിച്ച് എൻ്റെ കൂട്ടുകാരികളോടൊക്കെ അല്പസ്വല്പം എന്തൊക്കെയോ പറഞ്ഞിരിക്കാം, പക്ഷെ എന്നെ കുറിച്ച് പൂർണ്ണമായിട്ടും പറയാൻ ഇതുവരെ ഒരിടവും കിട്ടിയിട്ടില്ല. ഒരു പക്ഷെ എൻ്റെ ആഗ്രഹമാവാം യൂണിവേഴ്സ് സാധിച്ചു തന്നത്. അതുകൊണ്ട് ഈ യൂണിവേഴ്സിനും പിന്നെ ഇതിലുള്ള എല്ലാ മെമ്പർമാർക്കും ഞാൻ നന്ദി, നമസ്കാരം. എൻ്റെ കാലഘട്ടം തുടങ്ങുന്നത് 1975 മുതലാണ്. ഞങ്ങളുടേത് ഒരു കൂട്ടുകുടുംബമായിരുന്നു. ഒത്തിരി ആൾക്കാർ, ഒത്തിരി അമ്മമാരായിരുന്നു. 4 അമ്മമാർക്കും കൂടിയായിരുന്നു ഞങ്ങളുടെ തറവാട്ട് കുടുംബം വീട്ടിച്ചിരുന്നത്. എൻ്റെ അമ്മാമ്മയ്ക്ക് എല്ലാം പെൺമക്കളായതുകൊണ്ട് അവർക്ക് ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു ആൺകുട്ടികൾ വേണമെന്ന്. അങ്ങനെ കുടുംബത്തിൽ മൊത്തം ആൺമക്കൾ, എല്ലാവർക്കും ആൺമക്കള്. അവസാനം എല്ലാം കൂടി പറഞ്ഞു സന്തതിയായിട്ട് ഒരു പെൺകുട്ടി എങ്കിലും വേണമെന്ന്. അങ്ങനെ എൻ്റെ അമ്മ 10 വട്ടം പ്രസവിച്ചു. അതില് ലാസ്റ്റ് 6 മക്കളെയും ഒരു പെണ്ണും ഒരാണും, 6 ആണും ഒരു പെണ്ണും, അതിലൊരു പെണ്ണായിട്ട് ജനിച്ചു. അന്ന് എൻ്റെ ബാല്യം വളരെ സന്തോഷമായിരുന്നു. കാരണം ഈ ലോകത്ത് ആർക്കും എൻ്റെ അത്ര സന്തോഷമുള്ള ഒരു ബാല്യം കിട്ടിയെന്ന് എനിക്ക് തോന്നണില്ല. ഈ 4 വീട്ടിലും ഞാൻ ഒരു പെൺകുട്ടി ആവുമ്പോൾ എനിക്ക് എൻ്റെ വീട് ഏതെന്ന് അറിയില്ല. ഈ 4 അമ്മമാരും 4 അച്ഛന്മാരും ആയിരുന്നു എന്നെ വളർത്തി. അതുപോലെ എൻ്റെ ഏട്ടന്മാരും. അങ്ങനെ എന്ത് വേണമെന്ന് ചോദിച്ചാൽ അപ്പൊ എനിക്ക് കിട്ടും. ഞാൻ വിചാരിച്ചാൽ മതി അവരെനിക്ക് കൊണ്ടുതരും. തൊട്ടടുത്ത സ്കൂള്, ബെല്ലടിക്കണ എനിക്ക് കേൾക്കാം. എന്നാലും എൻ്റെ ഏട്ടന്മാരാരെങ്കിലും കൊണ്ട് സ്കൂളിൽ നിർത്തിയിട്ട് ഞാൻ നോക്കുമ്പോൾ അവരാരെങ്കിലും അമ്മമാരും ആരെങ്കിലും വെളിയിൽ കാണണം, അല്ലെങ്കിൽ ഞാൻ വല്ലാതെ ബഹളം വയ്ക്കും. അങ്ങനെ ഒരു ബാല്യം. പിന്നെ അച്ഛനൊക്കെ കൃഷിയായിരുന്നു, കൂടുതലും കൃഷിയായിരുന്നു എല്ലാവർക്കും. അച്ഛന് മാത്രം അവസാനം ട്രാൻസ്പോർട്ട് ജോലി കിട്ടി. അത് കുറച്ചു കാലമേ ഉള്ളൂ. അതിന് മുമ്പേ കൃഷിയാണ്. അപ്പൊ കൃഷിയായപ്പോ ഇവരെല്ലാരും കൃഷി ചെയ്തിട്ട് അത് ചക്ക, മാങ്ങ, പിന്നെ അങ്ങനെ കുറെ വിളകൾ ചെയ്തിട്ട് ബാക്കി വിൽക്കും. അപ്പൊ വീട്ടിൽ നിറയെ കാശൊക്കെ ഉണ്ട്. പിന്നെ യാത്രകളൊന്നുമില്ല, അവർക്ക് ഒരിടവും കാണണ്ട, ഈ വീട്ടിൽ കിടന്ന് ജോലി ചെയ്താൽ മതി. അങ്ങനെ യാത്ര എന്നൊക്കെ പറയുന്നത് നമ്മളെ പോലെയുള്ള ആളുകൾക്കല്ല. ഈ യാത്ര ചെയ്യുന്ന അത്ര മോശക്കാരെന്നുള്ള ഒരു ഭാവമായിരുന്നു എൻ്റെ അമ്മയ്ക്കൊക്കെ. പക്ഷെ എങ്ങനെയോ എനിക്കിങ്ങനെ ഈ സ്ഥലങ്ങൾ കാണണമെന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായി. കൊണ്ടുപോകാൻ ആരുമില്ല. ആകെ പോണത് സിനിമയ്ക്കാണ്. ആ സിനിമയ്ക്ക് പോണത് വളരെ രസമാണ്. കാരണം അമ്മമാര് വന്ന് എനിക്ക് ഷിഫ്റ്റ് 5ാം ക്ലാസ് വരെ രാവിലെ മാത്രം സ്കൂളിൽ പോയാൽ മതി, ഉച്ചയ്ക്ക് ശരി. അപ്പൊ ഈ അമ്മമാര് ഉച്ചയ്ക്കുള്ള മാറ്റിന് കാണാനാ പോണത്. 2 പേര് ചെന്ന് 2-3 അമ്മമാരും പിന്നെ കുറെ കൂട്ടുകാരും ഉണ്ട്. 2-3 പേര് ചെന്ന് റോഡിൽ കൂടെ പോകുന്ന ബസ്സിനെ തടഞ്ഞു നിർത്തും. ആ സമയമാണ് ബാക്കിയുള്ളവരെല്ലാം, അവർക്ക് ഈ ഇതായിരുന്നു മുണ്ടും അവരെ നേരിയതെല്ലാം കൈ പിടിച്ചോണ്ട് ഓടി വന്ന് ബസ്സിൽ കയറി. ബസ്സിൽ ഇരുന്നാണ് ബാക്കി കൊടുക്കുന്നതും തലമുടി കെട്ടണതും. അങ്ങനെ ഒരു കാലഘട്ടം. അങ്ങനെ ചെല്ലുമ്പോ അന്ന് 1 രൂപ എന്തോ ആണ് ടിക്കറ്റ്. പക്ഷെ ഹാഫ് ടിക്കറ്റ് 50 പൈസ. എന്നെ ഈ വല്യമ്മമാർ ആരെങ്കിലും തൂക്കിയെടുക്കും. കാരണം 5 വയസ്സിന് താഴെയുള്ള കുട്ടിയൊക്കെ ഒന്നും ടിക്കറ്റ് വേണ്ടല്ലോ. ഇവരെന്നെ തൂക്കിയെടുത്തിട്ട് കൊച്ചിന് 4 വയസ്സ്, എനിക്കന്ന് 6-7 വയസ്സുള്ളപ്പോഴും 4 വയസ്സെന്നുള്ള ഒരു എക്സ്ക്യൂസിലാണ് ഇവരെന്നെ കൊണ്ട് കയറുന്നത്. അങ്ങനെ ഒരു ദിവസം എന്നെ ഇങ്ങനെ അമ്മ എടുത്തോണ്ട് വയ്ക്കുന്ന മാനേജർ കണ്ടു. അയ്യോ, ഇതിന്റെ തിയേറ്ററിന്റെ മാനേജർ കണ്ടിട്ട് വന്ന് പറഞ്ഞു, ഈ തറയിൽ കാലഴണ ഒരു പെണ്ണിനെ എടുത്തോണ്ട് കിടക്കണം. എടി നിനക്ക് കല്യാണ പ്രായമായില്ലേ, എന്നിട്ട് അമ്മയുടെ ഇടുപ്പിൽ കയറുന്ന ഇതിന്റെ കളർ ടിക്കറ്റ് സിനിമ ആണ്. എനിക്ക് ജീവിതത്തിൽ ഏറ്റവും ആദ്യത്തെ അപമാനം അതായിരുന്നു. വേറൊരാൾ, അന്യ ഒരാൾ വന്ന് എന്നെ ഇങ്ങനെ ശാസിക്കണം. ഞാൻ ഭയങ്കരമായിട്ട് നിലവിളിച്ചു. ഭയങ്കരമായിട്ട് എനിക്കിപ്പൊ തന്നെ വീട്ടിൽ പോകണമെന്ന്. അങ്ങനെ എന്തൊക്കെയോ അദ്ദേഹം തന്നെ പേടിച്ചു പോയി. ചോക്ലേറ്റ് ഒക്കെ കൊണ്ടുവന്നിട്ട് ഒന്നും ഞാൻ അടങ്ങിയില്ല. അമ്മമാരെല്ലാം കൂടി ആ മനുഷ്യനെ ശരിക്കും ചീത്ത പറഞ്ഞു. നിങ്ങൾ കാരണമാണ് ഞങ്ങൾക്ക് സിനിമ കാണാൻ പറ്റാത്ത, നിങ്ങൾ ടിക്കറ്റ് എടുത്താണെന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയോ അന്ന് ഞാൻ തിരികെ വന്നു. പിന്നെ ഞാൻ അമ്മമാരോടൊത്തുള്ള ആ ഒരു തിയേറ്റർ യാത്ര നിർത്തി. പിന്നെ ഞാൻ സിനിമയ്ക്ക് പോയിട്ടില്ല, എനിക്ക് നാണക്കേടായി. അങ്ങനെ അത്ര സുന്ദരമായ ഒരു ബാല്യം ദൈവം പിന്നീടുള്ള എൻ്റെ ജീവിതത്തില് ഓർക്കാൻ തന്ന ഏറ്റവും നല്ല അവസരമാണെന്ന് ഞാൻ ഇപ്പോഴും ആലോചിക്കാറുണ്ട്.
വീട്ടിൽ വരുന്ന ആഘോഷം എന്ന് പറയുന്നത് എൻ്റെ ഏട്ടന്മാരുടെ കല്യാണമാണ്. ഓരോ കല്യാണം വരുമ്പോഴും ഞാൻ ഒരുപാട് സന്തോഷിക്കും. പക്ഷെ വന്നു കയറുന്ന സ്ത്രീയൊക്കെ എന്നെ ഉൾക്കൊള്ളാൻ പറ്റാത്ത, എന്ന് വെച്ചാൽ എൻ്റെ കൊഞ്ചലും ഈ സ്നേഹം ഏട്ടന്മാര് വാരിക്കോരി തരുന്ന അതൊക്കെ കൊണ്ടായിരിക്കണം അവർക്കൊക്കെ കണ്ണിലെ ഒരു കരട് പോലെ ആയി ഞാൻ. ഓരോ വീട്ടിൽ നിന്നും അവിടെ സ്ത്രീകൾ വരുമ്പോ അവിടെ നിന്നൊക്കെ എന്നെ ഇങ്ങനെ മാറ്റും. പക്ഷെ പിന്നീട് അവർക്ക് കുട്ടികളായപ്പോ അവർക്കൊക്കെ എന്നെ ഇഷ്ടമായി. എന്നാൽ അവരുടെ മക്കളെ ഞാൻ നോക്കണം, അവർക്ക് കുട്ടികളെ എന്നെ ഏൽപ്പിച്ചിട്ട് അവരുടെ ജോലി ചെയ്യാൻ നോക്കണം. പിന്നെ പുറത്തേക്കൊക്കെ യാത്ര പോകുമ്പോ അങ്ങനെയാ ഞാൻ വെളിയിലോട്ട് ഇറങ്ങി തുണിക്കടകളെല്ലാം കാണാൻ തുടങ്ങി. അങ്ങനെയാ ഇവര് കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകുമ്പോ എന്നെ കൂടെ കൂട്ടും. കാരണം അവരുടെ മക്കളെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് പോയി ഡ്രസ്സ് എടുക്കാം. ഒരു 8ാം ക്ലാസ് ഒക്കെ ആയപ്പോ എനിക്ക് മനസ്സിലായി എന്റെ പഠിത്തം പോലും ഇവരുടെ യാത്രകൾക്കിടയിൽ തടസ്സപ്പെടുകയാണ്. ഒരുവിധം നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്നതാ. കാരണം കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടി ഞാൻ ആ ഒരു വീട്ടിലെ അപ്പോഴേക്കും എൻ്റെ അമ്മമാരും വലിയച്ഛനും അച്ഛനും ഒക്കെ ഒരുപാട് പ്രായം കൂടി വരിക. അവർക്കൊന്നും എന്നെ നോക്കാനുള്ള സമയവും ഇതൊന്നും ഇല്ല. കാരണം അവർക്കറിയാം ഏട്ടന്മാര് വിചാരിച്ചാലേ എൻ്റെ ഭാവി നേരെ ആവുള്ളൂ എന്ന്. ഞാൻ ഒരിക്കൽ എൻ്റെ ക്ലാസ് ടീച്ചർ കണ്ടു, ഞാൻ കുട്ടികളെയും കൊണ്ട് തുണിശാലയുടെ പുറത്ത് നിൽക്കുകയാണ്. അവര് ഡ്രസ്സ് എടുക്കുന്നു, ഞാൻ ഈ കുട്ടികളെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അപ്പൊ തിരിച്ച് സ്കൂളിലെത്തിയപ്പോ എൻ്റെ ക്ലാസ് ടീച്ചർ എന്നെ വിളിച്ച് ഒരുപാട് വഴക്ക് പറഞ്ഞു. നിനക്ക് പഠിക്കണ്ടേ, നീ ഈ സമയമൊക്കെ ഇങ്ങനെ കുട്ടികളെ നോക്കിക്കൊണ്ട് നടന്നാൽ മതിയാ? ഈ ഏട്ടന്മാര് നിന്നെ നോക്കുന്നാണോ? സ്വന്തം കാലിൽ നിൽക്കാതിരുന്ന നീ എങ്ങനെ പഠിച്ച് നേരെയാവും എന്ന് പറഞ്ഞ് അവരെന്നെ. അപ്പൊ എനിക്ക് മനസ്സിലായി, ശരിയാ, ഇവരെന്നെ യൂസ് ചെയ്യുന്നത് അവരുടെ കുഞ്ഞുങ്ങളെ നോക്കുക, പിന്നെ അവർക്ക് പറ്റുന്ന ജോലികൾ, ഒരുപക്ഷെ അവർ പറയുന്ന ജോലികളെല്ലാം വൃത്തിയാക്കണം, കുട്ടികളുടെ ഡ്രസ്സ് നനയ്ക്കണം, ഇങ്ങനെയൊക്കെ ഞാൻ വീട്ടിലെ ജോലിക്കാരി എൻ്റെ പഠിത്തം തന്നെ നിർത്തിക്കൊണ്ട് വരുന്ന ഒരവസ്ഥ. പക്ഷെ പിന്നീട് ഞാൻ പഠിക്കാൻ തുടങ്ങി. രാത്രി ഇവരെല്ലാം കഴിഞ്ഞ് ഞാൻ പഠിച്ച് എനിക്കിപ്പോ ഒരു ആഗ്രഹം, എന്തെങ്കിലും ചെയ്യണം, എൻ്റെ സ്വന്തം കാലം നിൽക്കണം. കാരണം എല്ലാത്തിനും എൻ്റെ അച്ഛനും അമ്മയും ആങ്ങളമാരോട് കൈ നീട്ടി, ആങ്ങളമാര് തിരിച്ച് അവരോട് കയർക്കുകയൊക്കെ ചെയ്യുന്നു. ഈ വന്നു കയറുന്ന പെണ്ണുങ്ങൾക്ക് അറിയാം ഞാൻ അവരുടെ ബാധ്യതയാണെന്ന്. അവരെല്ലാം പതുക്കെ അവരെ ഭർത്താക്കന്മാര് എല്ലാം ശ്രീധരൻ വാങ്ങിച്ച് എൻ്റെ ഏട്ടന്മാര് കല്യാണം കഴിച്ചു. അതുകൊണ്ട് തന്നെ അവരുടെ സാമ്പത്തികം കൊണ്ട് അവർ വേറെ വീട് വെച്ച് മാറാൻ തുടങ്ങി. ഞാൻ ഒരു ട്യൂഷനോ ഒന്നുമില്ല, എന്നാലും ഞാൻ 10ാം ക്ലാസ് നല്ല മാർക്കോടെ പാസ്സായി. എനിക്ക് പ്രീ ഡിഗ്രിക്ക് പോകണമെന്ന്, അന്ന് പ്രീ ഡിഗ്രിയാ, വിടാൻ ആർക്കും തയ്യാറില്ല. എന്നാലും എൻ്റെ ഒറ്റ കരച്ചിലുണ്ട്. എൻ്റെ ഒരു സഹോദരനുണ്ട്, 3ാമത്തെ, ആങ്ങൾക്ക് മാത്രം ഞാൻ ഇത്തിരി പഠിക്കുന്ന കുട്ടിയാണ്, അവളെ പഠിപ്പിക്കണം, അവളെ ഒരു നിലയ്ക്ക് എത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കോളേജിൽ പോയി. പ്രീ ഡിഗ്രി ഒരു വലിയ മാർക്കൊന്നും ഇല്ലെങ്കിലും മിനിമം നല്ല മാർക്കോടെ തന്നെ ഞാൻ പാസ്സായി. അപ്പോഴേക്കും ഏട്ടന്മാരെല്ലാം വേറെ സെപ്പറേറ്റ് അവർ താമസം തുടങ്ങി. അമ്മ ഒരേ ബഹളം, എങ്ങനെയെങ്കിൽ ഇവിടെ ആരെങ്കിലും അമ്മ പറയിച്ചില്ല, ഇത് ആരെങ്കിലും തലയെ കെട്ടി വെച്ചിരുന്നെങ്കിൽ എനിക്ക് സ്വസ്ഥമായിട്ട് മരിക്കായിരുന്നു. അച്ഛനും അവസ്ഥ, അച്ഛനും ഇപ്പൊ 65-70 വയസ്സായി കാണും. ആരെങ്കിലും തലയിൽ കെട്ടിവെക്കുക, ആരെങ്കിലും തലയിൽ കെട്ടിവെക്കുക, ഇവളെ പഠിത്തം മതി, ഇവളെ കെട്ടിവെക്കുക. അപ്പൊ 4ാമത്തെ ഏട്ടനും ബാക്കി എല്ലാരും കല്യാണം കഴിഞ്ഞു. എൻ്റെ 4ാമത്തെ ഏട്ടനും കല്യാണം എന്ന് പറഞ്ഞാൽ അവനും വിവാഹം കഴിക്കണം, ജോലിയായി, വിവാഹം ഇങ്ങനെ നിൽക്കുക. അപ്പോ അമ്മ പറഞ്ഞു, ഇവിടെ കെട്ടിച്ചു വെച്ചിട്ടേ ഇനി ഈ കുടുംബത്തിൽ ഒരു പെണ്ണ് വരാമുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ പെണ്ണ് ഈ വീട്ടിൽ നിന്നു. അപ്പോഴൊക്കെ ഞാൻ പറയാം, അമ്മ എനിക്ക് ജോലി കിട്ടും, ഞാൻ എങ്ങനെയെങ്കിലും പഠിച്ച് ജോലി. ആ ജോലിയൊന്നും പാടില്ല, പെൺപിള്ളേർ ജോലിക്ക് പോകണമെന്ന് നമ്മളെ കുടുംബത്തിൽ യോജിച്ച എന്നെ കെട്ടിച്ചു വെക്കും. അങ്ങനെ എൻ്റെ ഏട്ടൻ വന്ന് പെട്ടെന്നായിരുന്നു എൻ്റെ കല്യാണ ആലോചനയൊക്കെ. അവർക്ക് ഞാൻ പറഞ്ഞു, കല്യാണം കഴിക്കുന്ന മുമ്പേ അന്നത്തെ പ്രായം എനിക്കൊരു 18 വയസ്സ് പൂർത്തിയായി. അപ്പൊ ആഗ്രഹം ഉണ്ടല്ലോ, കല്യാണം കഴിക്കാൻ പോണ ആളെ ഒന്ന് കാണണം, ആളെങ്ങനെയുള്ള ആളായിരിക്കണം. പക്ഷെ ഞാൻ കാണാൻ വന്നത് കുറെ കാരണവന്മാര്. ഞാൻ ചായ കൊണ്ട് കൊടുത്തിട്ട് ഞാൻ നോക്കി ഏതായിരിക്കും എന്നെ കെട്ടാൻ പോണ ആള്. പക്ഷെ എല്ലാം പ്രായം കൂടിയവർ. അപ്പൊ പിന്നെ ഞാൻ ചെന്ന് ഏട്ടത്തിയോട് ചോദിച്ചു, ഏട്ടത്തി ഇതിൽ പയ്യയില്ലേ? അപ്പൊ ഏട്ടനെ വിളിച്ച് ചോദിച്ചു, എന്താ വന്നില്ലേ, പയ്യൻ വന്നില്ലേ? അപ്പൊ കേട്ടത്, ഓ ജീവിതകാലം മൊത്തം അവൻ്റെ കൂടെ ജീവിക്കാൻ പോയിട്ട് അതിന് മുമ്പേ കാണാൻ എന്തിരിക്കണം, ഞങ്ങള് കണ്ട് അത് മതി. മണ്ടത്തിൽ വെച്ച ഞാൻ ആളെ കണ്ടപ്പോ അതുവരെ ഞാൻ ഇങ്ങനെ ചീട്ട് കൊട്ടാരം പോലെ കെട്ടിക്കൊണ്ടിരുന്ന എന്റെ സങ്കല്പങ്ങളെല്ലാം ഇങ്ങനെ വീഴുകയായിരുന്നു. കാരണം എന്നെക്കാളൊരു 10-14 വയസ്സിന് പ്രായം മൂത്ത ഒരാള്. ആൾക്ക് എനിക്ക് എപ്പോഴേ മനസ്സിൽ തോന്നി, പറ്റില്ല, ഇയാളെ എനിക്ക് സ്നേഹിക്കാൻ എനിക്ക് പറ്റില്ല. എൻ്റെ ഏട്ടന്മാരെയൊക്കെ കാണാൻ ചുവള്ളത്, ഇത് അതുപോലും ഇല്ല, എൻ്റെ അത്ര പൊക്കം പോലും ഇല്ല. ആ ഒരു പ്രായത്തിൽ എടുത്ത തീരുമാനം. പിന്നെ എനിക്ക് പിന്നെ എന്തൊക്കെയോ ആയി. ആ വീട്ടിൽ ചെന്ന് കയറിയപ്പോ ഈ തിളച്ച വെള്ളത്തിൽ നിന്ന് തിളച്ച എണ്ണയിലോട്ട് എടുത്തിട്ടാൽ ഏതവസ്ഥ, ആ ഒരു അവസ്ഥയിലോട്ടായിരുന്നു
പിന്നെ എന്റെ ജീവിതം. ആ വീട്ടുകാര് എനിക്കായിരിക്കണം, എനിക്ക് അവരെ ഉൾക്കൊള്ളാനൊന്നും സാധിച്ചില്ല. എപ്പോഴും ഞാൻ ഇങ്ങനെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സ്വഭാവം. വീട്ടിലോട്ടും എനിക്ക് ചെല്ലാൻ പറ്റില്ല. കാരണം എന്റെ അമ്മ ഇങ്ങനെ ഒഴിപ്പിച്ചു വെച്ചു എന്നൊന്ന്. എന്റെ ഭർത്താവിനുള്ള ഏറ്റവും വലിയ ക്വാളിറ്റി ഗവൺമെന്റ് ജോലി ഉണ്ടായിരുന്നു. അത് മാത്രമേ അവർ നോക്കിയുള്ളൂ, ഗവൺമെന്റ് ജോലിയുള്ള വഴി. പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. സ്വഭാവം ഇത്തിരി എന്ന് വെച്ചാൽ ഒരു ഒരു സ്ത്രീയെ ഉൾക്കൊള്ളാൻ മനസ്സില്ലാത്ത ഒരാൾ, അത്രയുള്ള എന്നെ ആയിരിക്കണം. കാരണം എന്റെ സ്വഭാവം ആയിരിക്കണം. എനിക്ക് അങ്ങോട്ട് കുഞ്ഞിലെ കിട്ടിയ ആ വാശിയും വൈരാഗ്യവും കൊണ്ടാവണം എനിക്ക് അങ്ങോട്ട് പോവാൻ ഒന്നും പറ്റാത്ത വിധമായിരുന്നു. പിന്നെ ജീവിതം ജീവിച്ചു. 2 മക്കളായപ്പോ ഒരിക്കൽ എന്റെ 22 വയസ്സായപ്പോഴേക്കും എനിക്ക് 2 മക്കളായി. എനിക്കൊരു മോളും മോനെയും കിട്ടി. ഒരിക്കൽ ഞാൻ മക്കളെയും കൊണ്ട് ഇങ്ങനെ ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോ എന്നെ പഠിപ്പിച്ച ടീച്ചർ, അപ്പൊ എന്നെ ഹൈസ്കൂളിൽ പഠിപ്പിച്ച ടീച്ചർ അവിടെ HM ആയിട്ട് വരും. എന്റെ അടുത്ത സ്കൂളാണ്. HM ആയിട്ട് വന്നു. ടീച്ചർ എന്നെ കണ്ടപ്പോ ടീച്ചർ ആകെ സങ്കടമായി. ഇത് മേഘ തന്നെയാണോ? ഇത് എന്തോന്ന് കോലം, നിന്നെ ഞാൻ ഇങ്ങനെയൊന്നും അല്ല കരുതിയത്. ഞാൻ റോഡിൽ നിന്ന് ടീച്ചറിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. ബസ് സ്റ്റോപ്പാ. പക്ഷെ ടീച്ചറിന് അങ്ങ് വല്ലാതെയായി. എന്റെ കാലിൽ പിടിച്ച് എന്റെ 2 മക്കളും കൂടെ കരയുന്നു. എന്റെ കരച്ചിൽ കണ്ടുകൊണ്ട് ടീച്ചർ ഓട്ടോ വിളിച്ച് ടീച്ചർ എന്നെ ടീച്ചറിന്റെ വീട്ടിൽ കൊണ്ടുപോയി. ഞാൻ കുട്ടികളെ ഹോസ്പിറ്റലിൽ എന്തോ കൊണ്ടുപോയിട്ട് വന്നു. എന്നിട്ട് എന്നെ കുറിച്ച് എല്ലാം ചോദിച്ചു. ഞാൻ എന്റെ സങ്കടങ്ങൾ മൊത്തം ഇനി കടല് പോലെ ടീച്ചറിന്റെ മുമ്പിൽ നിന്ന് കരയും. അപ്പൊ ടീച്ചർ പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ ഉണ്ടല്ലോ, നീ പേടിക്കണ്ട. ഒരു കാര്യം, എന്റെ വിദ്യാഭ്യാസം ഞാൻ ഡിഗ്രി കഴിഞ്ഞതേ ഉള്ളൂ, പിന്നെ എനിക്ക് പഠിക്കാൻ പറ്റും. ശരി, നമുക്ക് സ്കൂളില് ഞാൻ നോക്കട്ടെ. പ്രീ പ്രൈമറി അന്ന് തുടങ്ങുന്ന ഒരു അവസ്ഥയാണ്. നമുക്ക് അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ആ ടീച്ചർ എന്റെ ഭാഗ്യമാവണം HM ആയിട്ട് വരാനും. അവിടെ ഒരു കെട്ടിടം ഒഴിച്ച് നഴ്സറി പ്രീ പ്രൈമറി എന്ന് വെച്ചാൽ TTC ഇല്ലാതെ എനിക്ക് കയറാൻ പറ്റില്ല. ഞാൻ നിനക്ക് ജോലി തരാം, പക്ഷെ 1 വർഷത്തിനകം നീ ഈ കോഴ്സ് പാസ്സാവണം. പക്ഷെ എവിടെ ചെന്നാലും അവിടെ കണ്ടിന്യൂ ആയിട്ട് പഠിച്ചിട്ടേ കോഴ്സ് എടുക്കാൻ പറ്റും. അതും ഒരു ഭാഗ്യമായിട്ട് എന്റെ ബ്രദറിന്റെ ഒരു സ്നേഹിത അപ്പൊ ഇങ്ങനെ ഒരു തുടങ്ങിയായിരുന്നു പ്രീ പ്രൈമറി ക്ലാസ് തുഞ്ചൻ. അവിടെ ഇങ്ങനെ തുടങ്ങാൻ പോകുന്നു, പ്രീ പ്രൈമറി ക്ലാസ് തുടങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞ് ബ്രദറിന്റെ സഹായത്തോടെ അവിടെ ചെന്ന് ചേർന്നു. അപ്പൊ പറഞ്ഞു, ആഴ്ച 2 ദിവസം ക്ലാസ്സിന് വന്ന് അറ്റൻഡ് ചെയ്താൽ മതി. എന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ നോക്കിയപ്പോ അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ എഴുതിയത്. 2 ദിവസം വരിക. അങ്ങനെ ഞാൻ ഈ സ്കൂളില് അന്ന് 10-45 പിള്ളേരുണ്ട്. പക്ഷെ കുട്ടികളെ നോക്കാൻ എനിക്ക് പ്രയാസമില്ല. മക്കളെ നോക്കി, ഏട്ടന്മാരുടെ കുഞ്ഞുങ്ങളെ നോക്കി, കുട്ടികളെ കയ്യിലെടുക്കാനുള്ള വിദ്യ എനിക്കറിയാം. അങ്ങനെ കുട്ടികൾ നിറയായി സ്കൂളില്. ഞാൻ ഈ ആഴ്ചയില് 2 ദിവസം പോവും. ആ സമയം കൊണ്ട് നോട്ടുകളും ഒരുപാടുണ്ട് എഴുതാൻ. പ്രീ പ്രൈമറി എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമല്ല. ഒരുപാട് വർക്കുകൾ ചെയ്യണം കുട്ടികളുടെ ഇതിന് വേണ്ടി. അതെല്ലാം ഞാൻ വളരെ പെട്ടെന്ന് വെച്ചാൽ എനിക്ക് ജോലി കൂടിയേ തീരും. അങ്ങനെ ഞാൻ ആ കോഴ്സ് പാസ്സായി. പിന്നെ വീട്ടിൽ ഒരുപാട് ട്യൂഷൻ, സ്കൂൾ ആയതുകൊണ്ട് വൈകുന്നേരങ്ങളിൽ ഒരു 10-35 കുട്ടികളോളം ഞാൻ ട്യൂഷൻ എടുക്കും. അത് ഈ നഴ്സറി കുട്ടികളെ തൊട്ട് 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ. ഫീസ് അധികം ഞാൻ പിടിക്കാത്തതുകൊണ്ടാവാം എല്ലാവരും എൻ്റെ അടുത്ത് കുട്ടികൾ, വീട് നിറയെ കുട്ടികൾ, വൈകുന്നേരം 7:30 വന്ന ഇങ്ങനെ കുട്ടികൾ. അങ്ങനെ എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ അടിവസ്ത്രത്തിന് കാശ് ചോദിച്ചാൽ അദ്ദേഹം പറയണത് അടിയിലിടുന്ന ഡ്രസ്സ് എന്താ, അതിന്റെ ആവശ്യം എന്താണെന്നും ആവശ്യമില്ല. ആ പറയുന്ന ആൾക്ക് 5 പൈസ തരാൻ അദ്ദേഹത്തിന് ഇഷ്ടമല്ല. അവര് വളർന്ന് വേറൊരു രീതിയാണ്. കാശെല്ലാം ആണുങ്ങൾ വയ്ക്കുക, സ്ത്രീകള് വീട്ടു ജോലിക്ക്. അപ്പൊ എനിക്ക് ജോലി കൂടിയേ പറ്റുള്ളൂ. തൊട്ടടുത്തെന്ന് പറഞ്ഞ് സമ്മതിച്ചത് സ്കൂളായിരുന്നു. അപ്പൊ ഞാൻ സമ്പാദിക്കാൻ തുടങ്ങി. എന്റെ മക്കളെ, എനിക്ക് ഒരു വാശിയായിരുന്നു. എനിക്കൊരു പെൺകുട്ടിയാ, അവളെ പഠിപ്പിച്ച് എനിക്കൊരു ജോലി നേടിക്കൊടുക്കണം. ആ ഒരു വാശിയോടെ ഞാൻ എപ്പോഴും മോളെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നു. ഈ പഠിക്കടി, അല്ലെങ്കിൽ അമ്മയുടെ ഗതിയായിപ്പോ, അമ്മ കണ്ടില്ലേ ആയിപ്പോയെ. അതുകൊണ്ട് അവൾക്ക് വേറൊരു ചിന്തയല്ല, അവള് പഠിക്കാം. പിന്നെ അവളെ ഞാൻ അവളുടെ എന്താവശ്യവും ഞാൻ വിട്ടുകൊടുക്കും. എന്റെ ലോകം എന്റെ മക്കളായിരുന്നു, 2 മക്കൾ. അങ്ങനെ പഠിപ്പിച്ച് മോളെ ഞാൻ എഞ്ചിനീയറിംഗിനാണ് വിട്ടത്. എന്റെ ഒരു പെടയിൽ എഞ്ചിനീയറിംഗിന് വിട്ടു. അവളെ പഠിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ എഞ്ചിനീയറിംഗ് നോക്കിയിട്ട് അത് ജോലി കിട്ടാൻ ടഫായിരുന്നു. അങ്ങനെ അവളെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പാസ്സായി. ഒരു 25 വയസ്സായപ്പോ എന്റെ മോള് PSC ഓഫീസിലെ സ്റ്റാഫായി. അപ്പൊ ഇപ്പോൾ അവള് പ്രൊമോട്ടായി. അവൾ അവിടുത്തെ ഹൈടെക് ആവുകയാണ്. സ്വന്തമായിട്ട് അവള് വീട് വാങ്ങിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് അവള് കല്യാണം കഴിഞ്ഞു. അങ്ങനെ വീടോടെ ആയിട്ട് അതിനിടയ്ക്ക് ഞാൻ എന്റെ ഈ സമ്പാദ്യം കൊണ്ടും ഒക്കെ കൊണ്ട് ഞാൻ എന്റെ 2 മക്കൾക്ക് 2 വീട് വെച്ചു. എനിക്ക് ആഗ്രഹമായിരുന്നു എന്റെ മോളുടെ ദേഹം മൊത്തം പൊന്നിട്ട് കല്യാണം കഴിക്കണം. കാരണം എനിക്ക് എന്റെ കല്യാണം ആയപ്പോ ഏട്ടത്തിമാരുടെ ആഭരണങ്ങൾ തരുമ്പോ അവരെല്ലാം കൊണ്ട് പോയിക്കോ എന്നിങ്ങനെ ഒരുമാതിരി എനിക്ക് എറിഞ്ഞു തരികയാണ് ചെയ്തത്. അത് എന്നെ ഭയങ്കര സങ്കടപ്പെടുത്തി. എന്റെ ആഗ്രഹത്തിന് ഒരു സാരി പോലും എന്റെ കല്യാണത്തിന് എടുക്കാൻ പറ്റിയില്ല. ഏട്ടത്തിമാരാരോ കൊടുത്ത കല്യാണം സാരിയാണ് എനിക്ക് കിട്ടിയത്.
അപ്പൊ എന്റെ മോളുടെ ശരീരം നിറയെ പൊന്നിട്ട് കല്യാണം കഴിക്കും. അങ്ങനെ 50 പവന്റെ ഉരുപ്പടി ഞാൻ ഉണ്ടാക്കിച്ചു. ഹസ്ബൻഡും ഇട്ടില്ല എന്നല്ല, അദ്ദേഹം ഇട്ടു. പിന്നെ എന്റെ മോനെ മോൻ ഇപ്പോ പഠിച്ചൊക്കെ കഴിഞ്ഞു. അവന് റെയിൽവേ എന്നൊരു സ്വപ്നമാണ്, വേറെ ഒരു ജോലിയല്ല, അവന് റെയിൽവേയിൽ കയറണം. അതിനുവേണ്ടി കുറെ ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ 1-2 ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് കയറും. ഞാൻ സ്വസ്ഥമായി എന്റെ ഈ പ്രായത്തിൽ. ഞാൻ ഇപ്പൊ ഒരുപാട് സമാധാനത്തില. കാരണം എനിക്ക് എന്റെ കുട്ടികളെ രണ്ടുപേരെയും, മോള് കല്യാണം കഴിഞ്ഞു, ഒരു കുഞ്ഞായി. എനിക്ക് എന്റെ സ്കൂളിൽ തന്നെ ഞാൻ 2 പേരെ കൂടെ നിർത്തിയിട്ടുണ്ട്. പ്രീ പ്രൈമറിയിൽ 2 പേർക്ക് ജോലി കൊടുത്തിട്ടുണ്ട്, എന്നെ പോലെ കഷ്ടപ്പെട്ട 2 പേർക്ക്. എന്റെ ശമ്പളത്തിലെ ഒരു വിഹിതം ഞാൻ അവർക്ക് 2 പേർക്കും വായിച്ചു. ഒരു ടീച്ചറിനെ ഒരു ആയയും വെച്ച് ഇപ്പൊ സ്കൂളിൽ 3 നഴ്സറി ക്ലാസ് ആയി. അച്ഛമ്മ പറഞ്ഞു ഞങ്ങൾക്ക് തരാൻ പറ്റില്ല, ടീച്ചർ ഇങ്ങനെ കാണുന്നവർക്കൊക്കെ ജോലി കൊടുത്തു. സാർ തരണ്ട, ഞാൻ കൊടുത്തോളാം. എനിക്ക് 2 പേരെ എനിക്ക് ജോലി നിർത്താൻ പറ്റിയ അതിന്റെ ഒരു ഇതല്ലേ, അവർക്കൂടെ ശമ്പളം കിട്ടട്ടെ എന്നുള്ള രീതി. കുട്ടികളുടെ പിരിച്ചുമൊക്കെ തന്നെ അവർക്ക് എന്റെ കയ്യിൽ വിട്ട് കുട്ടികളുടെ വാങ്ങിക്കൊടുത്തൊക്കെ 2 പേർക്കായി. പിന്നെ ഈ ബി മാജിക്, ഇതിനു മുമ്പേ എന്റെ കുട്ടികളുടെ എല്ലാം, മോളുടെ എല്ലാം കല്യാണം കഴിഞ്ഞപ്പോ എനിക്ക് വല്ലാത്ത ഒരു വിഷമം. ഞാൻ ഇനി എന്തിനാ ജീവിക്കണത്? ഇത്രയും കാലം ജീവിതത്തിൽ ഒരു സന്തോഷം അറിഞ്ഞിട്ടില്ല, എന്തിനാ? അങ്ങനെയാ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായ. എങ്ങനെയോ എനിക്ക് ഈശ്വരൻ കൊണ്ട് വന്നായിരിക്കും. അതുവഴി ഞാൻ ഈ ചങ്ങാതി എന്ന് പറയുന്ന ഒരു ഒരു ഗ്രൂപ്പിലേക്ക് ചേർന്നു. അവിടെ നിന്ന് എനിക്ക് കിട്ടിയ ശ്യാമിലി മാമിനെ എന്റെ ഒരു സഹോദരിയെ പോലെ ഒരിക്കലാ ഞങ്ങൾ കണ്ടത്. ആ ഒരു മീറ്റിംഗ് അവിടെ വെച്ച് ഞാൻ ഇങ്ങനെ മുമ്പ് ഇന്ന് പറയായിരുന്നു. അതുവരെ അടക്കി വെച്ച എന്റെ സങ്കടങ്ങൾ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇങ്ങനെയായിരുന്നു എന്റെ അവസ്ഥ എന്നൊക്കെ. പിന്നെ എന്നെ വിളിക്കും, എനിക്കൊരു സഹോദരിയെ കിട്ടിയ പോലെ എന്നെ വിളിക്കും, എന്റെ കാര്യങ്ങൾ ചോദിക്കും. അപ്പോഴൊക്കെ എനിക്ക് നെഗറ്റീവ് പറയാനുള്ളൂ, ഇങ്ങനെ എനിക്കൊന്നും ആയില്ല. ഈ സത്യം പറഞ്ഞ വിളക്ക് കൊളുത്തി വെച്ചിട്ട് ഞാൻ ഈശ്വരനോട് പറഞ്ഞത് അത്രയും പരാതിയായി. ഇത് വന്നതിൽ പിന്നെ എനിക്ക് മനസ്സിലായി, ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന അത്രയും പരാതിയാണല്ലോ, ഈശ്വരൻ തന്ന നന്മകളെ ഒന്നും ഞാൻ കണ്ടില്ലല്ലോ. അങ്ങനെ ഈ ബേ മാജിക്കിലേക്ക് വന്നപ്പോ എനിക്ക് മനസ്സിലായി, ഓരോ ക്ലാസ്സിലും മനസ്സിലായി ഈശ്വരൻ തന്ന, ഞാനിപ്പോ തിരിച്ചറിയുന്ന അത്രയും ദൈവം തന്ന നന്മകളായിരുന്നു. ഒരു കാലത്ത് എനിക്ക് ഇങ്ങനെയൊക്കെ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായെങ്കിലും ഈശ്വരൻ എന്റെ ഒപ്പം ഉണ്ടായിരുന്നില്ലേ, ഈ യൂണിവേഴ്സ് എന്നെ സഹായിച്ചില്ലേ. അതുകൊണ്ടല്ലേ എനിക്ക് ഇങ്ങനെ ഒരു രീതിയിലേക്ക് വന്നത്. ഈ ബി മാജിക്, അതിനു മുമ്പേ എനിക്ക് ആത്മവിശ്വാസം കുറവാണ്. ഞാൻ ഒരിടത്തും സംസാരിക്കാൻ പോവില്ല. സ്കൂളിൽ തന്നെ പോയാലും ടീച്ചേഴ്സ് ഒക്കെ പറയട്ടെ, ഞാൻ ഏറ്റവും കുഞ്ഞു മക്കളെ നോക്കുകയല്ലേ, അപ്പൊ ആ രീതിയിൽ നിന്നാൽ മതി. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഞാൻ അങ്ങോട്ട് പോയി അവരോട് മിണ്ടും, അങ്ങോട്ട് പോയി ആവശ്യങ്ങൾ പറയും. അവര് പറയാതെ തന്നെ എന്റെ ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കും. എനിക്ക് എല്ലായിടത്തും സംസാരിക്കാൻ ഒരു കോൺഫിഡൻസ് ഉണ്ടായി. അതിനേക്കാളൊക്കെ വലുത് എനിക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റും. ഇപ്പൊ എനിക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ്. എനിക്ക് സത്യത്തെ അതാ എനിക്കിപ്പോ കിട്ടിയ ഏറ്റവും നേട്ടം. എനിക്ക് എന്നോട് സ്നേഹമാണ്. ഞാൻ ഇത്രയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടും എനിക്ക് സ്നേഹിക്കാൻ പറ്റും. എന്റെ വീട്ടിൽ എന്റെ അമ്മയുണ്ട്, ഏട്ടന്മാരെല്ലാം കല്യാണം കഴിഞ്ഞ് അവരുടെ കുടുംബമായപ്പോ അവർക്ക് വേണ്ടാതായത് അച്ഛനെയും അമ്മയായിരുന്നു. കാരണം അവരുടെ സമ്പാദ്യം മൊത്തം ഇവർക്ക് കൊടുത്തെങ്കിലും അച്ഛനും അമ്മയും ആവശ്യമില്ല, 2 പേരെയും ഞാൻ ഏറ്റെടുത്ത് ഞാൻ നോക്കിക്കോളാം എന്റെ അച്ഛനെയും അമ്മയും. അച്ഛൻ മരിച്ചു, അതുവരെ അച്ഛൻ എന്റെ ഒപ്പം ആയിരുന്നു. ആദ്യം അച്ഛന്റെ ചെറുപ്പത്തിൽ നിന്നൊക്കെ അച്ഛൻ ആൺമക്കളോടാ സ്നേഹം. എന്നെ അച്ഛൻ അങ്ങനെ അടുപ്പിച്ചിട്ടില്ല. എന്നെ അടുപ്പിച്ചത്രേ എന്റെ വല്യച്ഛനൊക്കെ ആയിരുന്നു. എന്നാലും അവസാന കാലമായപ്പോഴാണ് ഞാൻ അച്ഛന്റെ അടുത്ത് ചെന്നിരിക്കുന്നത്. ഒരു പ്രതികാരം പോലെ ഞാൻ അച്ഛനെ സ്നേഹിച്ചത്. കാരണം ഒരു അച്ഛൻ എന്നുള്ള രീതിയിൽ അച്ഛൻ എന്നെ കൂടുതൽ അടുപ്പിക്കുകയും സ്നേഹിക്കുകയും ഒന്നും ചെയ്തില്ലല്ലോ. അപ്പൊ വയസ്സുകാലത്ത് അച്ഛനോട് എനിക്ക് പ്രതികാരം വീട്ടിയത് സ്നേഹം കൊണ്ടായിരുന്നു. അച്ഛന്റെ എല്ലാ കാര്യത്തിനും ഞാൻ ഊഹിച്ചത്. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഈശ്വരൻ തന്നതായിരിക്കണം ഇവളെ, നമ്മളെ നോക്കാൻ വേണ്ടി നമ്മൾ ചെയ്ത പുണ്യമായിരിക്കണം ഇങ്ങനെ ഒരു മോളെ കിട്ടിയത്. കാരണം അച്ഛനെ ഞാൻ കുളിപ്പിച്ചു കൊടുക്കുമായിരുന്നു. അച്ഛന്റെ തല തോർത്തി, അച്ഛൻ മരിച്ചപ്പോ 101 വയസ്സ് കഴിഞ്ഞു. അപ്പോ അച്ഛന് ചെയ്യാനൊക്കെ പാടും. ഞാൻ ചെന്ന് എണ്ണ ഇട്ട് കൊടുക്കും. അച്ഛൻ ചെറുപ്പത്തിൽ എനിക്ക് തരാത്തൊക്കെ വയസ്സുകാലത്ത് ഞാൻ അച്ഛന് കൊടുക്കും. അതിൽ എന്റെ അമ്മ എന്റെ ഒപ്പം ഉണ്ട്, 91 വയസ്സായി. കുടുംബത്തിലേക്ക് പോയിട്ട് അവിടെ നിന്നൊക്കെ വെളിയിലായ ഒരു സഹോദരൻ, അവന് ഒരിടം ആശ്രയമില്ലാതെ വന്നപ്പോ ഞാൻ പറഞ്ഞു, നീ ഇവിടെ നിന്നോ, ഇതെന്റെ കുടുംബമല്ലേ, കുടുംബ വീടല്ലേ, ഇവിടെ കഴിഞ്ഞു, ഞാൻ ഏട്ടനും എന്റെ കൂടെ ഉണ്ട്. ചിലപ്പോ എനിക്ക് വല്ലാത്ത സങ്കടം കാണും, ഞാൻ ഇവരുടെയൊക്കെ ജോലിക്കാരായിട്ട് ചേർന്നെങ്കിലും കുഴപ്പമില്ല, ഈശ്വരൻ തന്ന അനുഗ്രഹമാവണം എനിക്ക് എന്റെ മക്കളെ എല്ലാം നല്ല രീതിയിൽ. എന്റെ കുട്ടികളുടെ ബാല്യം വളരെ കഷ്ടമായിരുന്നു. ഞാൻ ഒരുപാട് സന്തോഷിച്ചെങ്കിലും എന്റെ മക്കളുടെ ബാല്യം അത്ര സുഖകരമായിരുന്നില്ല. കാരണം അവർക്ക് എല്ലാത്തിനും ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാവണം അവരിപ്പോ സ്ട്രോങ് ആയി. അവർ സ്ട്രോങ് ആണ്. അവർ പറയാം, അമ്മേ ഞങ്ങളുണ്ട് അമ്മയ്ക്ക്. അമ്മയുടെ എല്ലാ വിഷമവും കണ്ടു വളർന്നുകൊണ്ട് അമ്മയ്ക്ക് സ്ട്രോങ് ആയി ഞങ്ങളുണ്ട്. ഇടവും വലവും എന്റെ മക്കളാണ്.
പിന്നെ എൻ്റെ ആഗ്രഹമായിരുന്നു യാത്രകൾ. ഇപ്പോ ഞാൻ എൻ്റെ കൂട്ടുകാരി, എൻ്റെ 10ാം ക്ലാസ്സിലെ കൂട്ടുകാരികളെല്ലാം കൂട്ടി, അത് ഈ മാജിക്കിൽ വന്നതിന് ശേഷം ഞാനൊരു കൂട്ടായ്മ ഉണ്ടാക്കി. അപ്പൊ അവരെയും കൊണ്ട് ഞാൻ അവരിൽ വരാൻ തയ്യാറായവരെയും കൊണ്ട് ഇതുപോലെയുള്ള അവധി ദിവസങ്ങളിലൊക്കെ യാത്ര പോകും. ഞങ്ങൾ സ്ത്രീകൾ ഒരു 10-12 പേരെ കൂട്ടി അങ്ങനെ മൂകാംബികയിൽ പോയി, ചോറ്റാനിക്കര പോയി, മൂന്നാറ് പോയി, വാഗമൺ പോയി, കന്യാകുമാരി പോയി. അങ്ങനെ ഈ കിട്ടുന്ന അവസരങ്ങൾ യാത്ര, അതാ എനിക്ക് ഇനി ലക്ഷ്യം. എനിക്ക് യാത്ര ചെയ്യണം, കുറെ യാത്രകൾ ചെയ്യണം. അതിനുള്ള ആരോഗ്യവും സാമ്പത്തിക സ്ഥിതി ഈശ്വരൻ തന്നതിന് ഞാൻ നന്ദിയുണ്ട്. എന്നുവെച്ചാൽ എനിക്ക് വരുന്നവർക്കൊക്കെ ചെലവാക്കി എനിക്ക് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ എൻ്റെ ഒരു വഴിത്തിരിവായിട്ടാവണം ഈ മാജിക് മോണിലേക്ക് എൻ്റെ ചങ്ങാതി കൊണ്ടുവന്നത്. ഞാനിപ്പോ വളരെ ഹാപ്പിയാ. ഞാനിങ്ങനെ പറയാറുണ്ട്, ഞാൻ ഹാപ്പിയാ, ഞാൻ സന്തോഷം. ഈശ്വരൻ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു. ഒരുപക്ഷെ എൻ്റെ ആ യൗവനത്തിൽ തന്ന ഈ കഠിനമായ പരീക്ഷണങ്ങളെല്ലാം എനിക്ക് എൻ്റെ ഈ വാർദ്ധക്യത്തിലോട്ടുന്ന ഈ സമയം എനിക്ക് കൂടുതൽ ശക്തി കിട്ടാൻ വേണ്ടി ആയിരിക്കണം. ഇപ്പൊ എനിക്ക് ആരോടും അങ്ങനെ വലിയ കണക്ട്മെന്റ് ഒന്നുമില്ല. ഹസ്ബൻഡ് ഉണ്ട്, ഓക്കെ, നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ സന്തോഷം, നിങ്ങൾ യാത്ര വയ്ക്കുക. പക്ഷെ അതിലൊന്നും എന്നെ ഉൾപ്പെടുത്തരുത്. എനിക്ക് എൻ്റെതായ ജീവിതങ്ങളുണ്ട്, എൻ്റെതായ സ്വപ്നങ്ങളുണ്ട്, എൻ്റെതായ ആഗ്രഹങ്ങളുണ്ട്. അതൊക്കെ തിരിച്ചറിയാൻ കഴിഞ്ഞത് ഒരു പക്ഷേ ഈ മാജിക്കിൽ ഉണ്ടാവണം. അപ്പൊ എന്റെ കഥയില് എന്തെങ്കിലുമൊക്കെ മോട്ടിവേഷൻ കിട്ടുമെന്ന് എനിക്കറിയില്ല. എന്നാലും എന്റെ കഥ എനിക്കൊരു മഹാകാവ്യമാണ്. അതുപോലെ ആവണം എല്ലാവർക്കും അവരവരുടെ കഥ. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന്, എനിക്ക് സംസാരിക്കാൻ പറ്റിയതിന്, എനിക്ക് കോൺഫിഡൻസ് കിട്ടിയതിന്, എനിക്ക് എന്നെ സ്നേഹിക്കാൻ കഴിഞ്ഞതിന് ഒക്കെ ഈ ബെൻ മാജിക്കിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മേഘ മാം. മേഘ മാമിന്റെ ലൈഫിൽ ഒരുപാട് സ്റ്റേജസ് കടന്നിട്ട് മേഘ മാം ഇതുവരെ എത്തിയിട്ടുള്ളത്. അപ്പൊ മാമിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, മാമിന്റെ പ്രസന്റേഷൻ സ്റ്റൈല് ഒരു രക്ഷയില്ല. കാരണം ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. മാം ബാല്യകാലം പറഞ്ഞാണെങ്കിൽ മാമിന്റെ ഒരു പ്രസന്റേഷനിൽ നിന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഫീൽ ഇങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. താങ്ക് യു സോ മച്ച് മാം, ഇങ്ങനെ നല്ലൊരു സെഷൻ എടുത്തത്. അപ്പൊ ലൈഫിൽ ഇനിയും ഒരുപാട് സക്സസും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ കേട്ടോ. ഓക്കെ, ഓരോ സ്റ്റേജിലും കടന്നു വന്ന് എല്ലാം റിയലൈസ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പോ ഈ ഒരു സെഷന് ഫീഡ്ബാക്ക് പറയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്ത് മുന്നോട്ട് വരാം കേട്ടോ. പെട്ടെന്ന് ഹാൻഡ് റൈസ് ചെയ്യണം. സിന്ധു മാം. മേഘ, നല്ലൊരു അനുഭവം, നല്ല ശരിക്കും ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞ മാതിരി നമുക്ക് അനുഭവപ്പെട്ടു. ഈ നല്ല അനുഭവങ്ങൾ, ഈ നമ്മളെ ഏറ്റവും മോശപ്പെട്ട അനുഭവത്തിൽ കൂടി വരുമ്പോഴാണ് ഓരോ അനുഭവങ്ങളാണ് നമ്മളാക്കുന്നത്. അതിന് ഇപ്പൊ ഈ ഇരുമ്പ് കണ്ടില്ല, ഇങ്ങനെ ചൂളയിലിട്ട് സോഫ്റ്റ് ആക്കി പിന്നാണ് അത് ഹാർഡാകുന്നത്. അതേമാതിരിയാണ് നമ്മളെ പലരും സമൂഹം ഒന്നായിട്ട് ഇങ്ങനെ കുടുംബത്തിലൊക്കെ ഇടിച്ച് കുത്തിയാലോ പിന്നെ അതിൽ നിന്ന് വരുന്ന നമ്മളുണ്ടല്ലോ, അതൊരു സംഭവമായി. അതാണ് ഇപ്പൊ മേഘയിൽ ഉണ്ടായത്. എനിവേ, നല്ല ഇൻസ്പയറിംഗ് ക്ലാസ് ആയിരുന്നു, ഇഷ്ടപ്പെട്ടു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു ബഷീസ്. സിന്ധു മാം. ഹായ് മേഘ, ഞാൻ ഇന്നലെ വിളിച്ച് മേഘയോട് പറഞ്ഞു എന്തായാലും മോളെ കഥ പറയും. ഞാൻ എങ്ങനെയാ മേം പറയേണ്ടത്? നീ പറയും, നിന്റെ അനുഭവങ്ങൾ പറഞ്ഞോ. ഇത്രത്തോളം എനിക്ക് കേട്ടപ്പോ എന്തോ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ചെറിയൊരു തേങ്ങൽ ഉണ്ടായോ എന്നൊരു സംശയം. കാരണം ബാല്യം ഇത്രയും സുഖത്തിൽ പോയിട്ട് ലാസ്റ്റ് എത്തിയപ്പോഴേക്ക് നമ്മള് ജീവിതം ഇങ്ങനെ ആയല്ലോ എന്നുള്ളത്. സത്യം പറഞ്ഞ ആൺകുട്ടികളെക്കാളും നല്ല ഒക്കെ പെൺകുട്ടികളാവുക. കാരണം അവിടെ ആകുമ്പോ നമുക്ക് സഹോദര സ്നേഹം ഉണ്ടാവും, ബാക്കിയൊക്കെ കണക്ക് തന്നെയാണ്. എന്തായാലും നല്ലൊരു കഥ കേട്ടിരുന്നു പോയി, തരിച്ചിരുന്നു പോയി എന്ന് പറയാം. അതേപോലത്തെ ഒരു അവസ്ഥയായി. എന്തായാലും ഇനി മോളെ ജീവിതത്തിൽ ഒരുപാട് സക്സസ്സുകൾ ഉണ്ടാവട്ടെ. നല്ലൊരു ജീവിതം ഇനി നിനക്ക് കിട്ടട്ടെ. നമ്മളെ ബിമേജിക്ക് നമ്മളോടൊപ്പം ഉണ്ട്. നമ്മളെല്ലാറ്റിനും നമ്മളെ കൂടെ കൈ പിടിച്ചുയർത്താൻ ബിമേജിക്ക് ഉണ്ട്. ഓക്കെ മോളെ, ഞങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥനയും കൂടെ ഉണ്ട്. ഓക്കെ, താങ്ക് യു. എന്റെ ഏറ്റവും വലിയ കൂട്ടുകാരിപ്പോ ഇവിടെ ഉള്ളതാ. അത് ഭയങ്കര ധൈര്യം. രാവിലെ വരുമ്പോ എനിക്ക് ഒരുപാട് പേരുണ്ടെന്നൊരു കോൺഫിഡൻസ് എനിക്ക് വളരെ 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 വലുതാ. കാണുമ്പോ എല്ലാരെയും കാണാൻ പറ്റുന്നു, എന്റെ ബന്ധുക്കളെ എല്ലാരും. ഓക്കെ, താങ്ക് യു മാം. പ്രീത മാം. മാജിക് മോർണിംഗ്.
മേഘ മാം. ഹായ്. ഹലോ. മാം ഭയങ്കര സന്തോഷം തോന്നുന്നു. സത്യം അത്രയും അധികം സന്തോഷമായി. എന്താന്ന് വെച്ചാ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് വന്നെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് മാം എടുത്ത തീരുമാനങ്ങള് അതില് വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. മക്കള് നല്ല രീതിയിൽ എത്തി, അവരും മാമിനെ മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ ഇപ്പോ ജീവിതത്തിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളത് ലാസ്റ്റ് അത് ഉൾക്കൊള്ളു തന്നെ. നമ്മള് എന്തായാലും നമുക്ക് കിട്ടിയത് നമുക്ക് കിട്ടിയത് അതായിരിക്കും. അപ്പൊ അതുകൊണ്ട് അത് ഉൾക്കൊണ്ട് മാം അതിനൊപ്പം തന്നെ ജീവിച്ച് മാമിന് ആദ്യം എങ്ങനെയാണോ മോട്ടിവേഷൻ തന്നായിരുന്നു ആ ടീച്ചറുടെ തന്നെ പോയി അവര് ഇതുപോലെ നല്ലൊരു അവസരം തന്നു. മാമിന് ഇപ്പൊ എന്തായാലും വളരെയധികം ഹാപ്പിയാണ് മാമിന്റെ സംസാരത്തിൽ നിന്ന്. ശരിക്കും ഗോപിക പറഞ്ഞ പോലെ ശരിക്കും നന്നായി ഒരു ക്ലാസ് എടുക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലാണ് മാമിന്റെ സംസാരം ഉണ്ടായത്. ശരിക്കും അത് മനുഷ്യന് എല്ലാവരും സ്തംഭിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാമിനെ എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. അത്രയധികം നല്ല രസമായിട്ട് മാം പറഞ്ഞു. മാമിന്റെ സ്റ്റോറിയാണ്. അതുകൊണ്ട് തന്നെ മാമിന് ഒരു കണ്ടിന്യൂഷന്റെ ഒരു കുറവുണ്ടായിരുന്നില്ല. അങ്ങനെ തുടർന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. ലാസ്റ്റ് ഇതുപോലുള്ള മോട്ടിവേഷനാണ് എല്ലാവരും കേൾക്കേണ്ടത്. ഇതാണ് നമ്മുടെ വിജയം. പിന്നെ മാം പറഞ്ഞല്ലോ ബാല്യകാലത്തില് സിനിമയ്ക്ക് പോയൊരു കഥ പറഞ്ഞില്ലേ, ഇങ്ങനെ ഇത്രയും വയസ്സേ ആയിട്ടുള്ളൂ എന്നുള്ളത്. അത് എനിക്ക് ഒരു അനുഭവം ഉണ്ടായി. ഗുരുവായൂർക്ക് പോയിരുന്നു ഞാനും അച്ഛനും അമ്മയും കൂടിയിട്ട്. അന്ന് ഞാനാണെങ്കിൽ നല്ല തടിയൊക്കെ ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് ശരിക്കും 12 വയസ്സായിട്ടുണ്ട്. എന്നിട്ട് ബസ്സിൽ കയറിയിട്ട് ഇവര് 5 വയസ്സിന്റെ കുട്ടിയുടെ പൈസ കൊടുത്തു. അപ്പൊ അമ്മയുടെ അടുത്ത് ഞാൻ ഇരിക്കും. അപ്പൊ കണ്ടക്ടർ വന്നിട്ട് പറഞ്ഞു, ഈ കുട്ടിയുടെ പൈസ 5 വയസ്സല്ലേ ഈ കുട്ടിക്ക് ആയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഞാനത് ശ്രദ്ധിച്ചില്ല. ഞാൻ പുറത്ത് കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇരിക്കുക. എന്നോട് ആ കണ്ടക്ടർ വെച്ച് മോളെ എത്ര വയസ്സായി ചോദിച്ചു. ഞാൻ പറഞ്ഞു 12 വയസ്സെന്ന്. അമ്മ എന്നെ അന്നൊരു നല്ലൊരു പിച്ച് എന്നുവെച്ചാൽ അന്നത്തെ കാലത്ത് അങ്ങനെയാണ്. 12 വയസ്സ് 10 വയസ്സ് അവർ 5 വയസ്സിന്റെ കുട്ടിയാക്കും. അപ്പൊ എന്താന്ന് വെച്ചാൽ നമുക്ക് അത്രയും തടി ഉള്ളത് കൊണ്ട് തന്നെ. അപ്പൊ എനിക്ക് മാം പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ അത് ആലോചിച്ചു പോയി. എനിക്കറിയില്ല എന്തിനാ അമ്മ പിച്ച്. ഞാൻ കരയൊക്കെ ചെയ്തു. അവിടെ ഇറങ്ങിയിട്ട് അച്ഛൻ ചോദിച്ചു എന്തിനാ കരയെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഈ അമ്മ എന്നെ പിച്ച് ചെയ്യുന്നു. അപ്പൊ പറയാ കണ്ടക്ടർ പറഞ്ഞു ഇവളോട് ചോദിച്ചപ്പോൾ ഇവള് 12 വയസ്സെന്ന് പറഞ്ഞു. അപ്പൊ പൈസ കൊടുക്കേണ്ടി വന്നില്ലേ. അപ്പൊ അതൊരു ഇങ്ങനെ പെട്ടെന്ന് ഓർമ്മ വന്നു. അത് ആദ്യമുള്ള ആളുകൾക്കൊക്കെ ഉള്ള ഒരു സംഭവം തന്നെയാണ് അത്. എന്തായാലും മാം വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. സത്യം ഇന്നത്തെ ഒരു ദിവസം വളരെയധികം സന്തോഷമുണ്ട്. മാം ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. അതായത് മാമിന്റെ മക്കള് അവര് ഒപ്പമുണ്ടല്ലോ. അപ്പൊ ആ ഒരു സന്തോഷത്തിൽ മാം അച്ഛനും അമ്മയും നോക്കാൻ പറ്റുക എന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യല്ലേ. അങ്ങനെ നിൽക്കട്ടെ. ഇപ്പൊ ചേട്ടനും വന്നു എന്ന് പറയണു. എനിക്ക് ശരിക്കും ചേട്ടന്റെ മക്കളെ നോക്കാൻ ഞാൻ അതൊക്കെ ശരിക്കും വിഷ്വലായിട്ട് കാണുമായിരുന്നു. സത്യം പറഞ്ഞ മാം അങ്ങനെ പുറത്ത് നിൽക്കുന്നതും കുട്ടികളെ നോക്കുന്നു. കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടും. നമുക്കറിയാം ഞാനൊരു പ്രീ പ്രൈമറി ടീച്ചർ. കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുമ്പോൾ അവരതിനെ പിടിക്കുക. അപ്പൊ ഇനി അഥവാ അവരെന്തെങ്കിലും ചെയ്താൽ അതിന് ചേട്ടന്മാരുടെ ഭാര്യമാരുടെ അടുത്ത് അല്ലെങ്കിൽ ചേട്ടന്മാരുടെ അടുത്ത് ചീത്ത എടുക്കും. അവര് വീട് എന്തെങ്കിലും ചെയ്ത് നീ നോക്കാഞ്ഞിട്ടല്ലേ കുട്ടികളെ. അപ്പൊ ഞാൻ അതൊക്കെ ഇങ്ങനെ വിഷ്വലായിട്ട് കാണുമായിരുന്നു മാം. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. താങ്ക് യു പ്രിയ മാം. ഓക്കെ ഷാമിനി മാം. മാജിക് മോർണിംഗ് മാം. നല്ലൊരു ഗ്രേറ്റ് ഇൻസ്പിറേഷൻ ആണ് കേട്ടാ. ഞാൻ കുറെയൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാ പോലെ ആ പറഞ്ഞു വന്ന രീതി, ബാല്യം എത്രയും മനോഹരമായിരുന്നു എന്നൊന്നും നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതാണ് ബി മാജിക്കിൽ വന്ന ശേഷം ആ പഴയ നന്മ കൂടി കൂട്ടിച്ചേർക്കാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് തോന്നുന്നു. ഞാൻ കേട്ടിടത്തോളം സങ്കടങ്ങളായിരുന്നു. പക്ഷെ അതിൽ നിന്ന് കുറെ മാറ്റം വന്നു. വണ്ടി ഓടിക്കാൻ പഠിച്ചു. അമ്പലത്തിലൊക്കെ ഞാൻ പെട്ടെന്ന് പോയി ഓടി തിരിച്ചെത്തും എന്നൊക്കെ നിങ്ങളൊരു ക്ലാസ്സിൽ പറഞ്ഞു. അപ്പൊ ശരിക്കും ഒരു ഹാപ്പി ആണെന്നറിഞ്ഞു. അപ്പോ എന്തായാലും ഇങ്ങനെ നല്ല രീതിയിൽ ഫസ്റ്റ് തൊട്ട് ഇതുവരെയും കൊണ്ടെത്തിച്ചിട്ടുണ്ട്. സ്വന്തം അനുഭവം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവർക്കും അത് നേരിട്ട് കയറി, മനസ്സിലേക്ക് അത് കയറിയിട്ടുണ്ട്. ശരിക്കും എല്ലാവരെയും ഇൻസ്പയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നിങ്ങളുടെ ഈ സ്റ്റോറിയിലൂടെ. ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം ഈ യൂണിവേഴ്സ് നടത്തി തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു. എന്റെ ഓരോ സമയം എന്നെ രക്ഷിക്കാൻ ദൈവം ആരെങ്കിലും ഒക്കെ വിടും. അതെനിക്ക് പലപ്പോഴും തോന്നും. എന്നെ കൈപിടിച്ച് ഉയർത്താൻ ദൈവം ആരെങ്കിലും ഒക്കെ എന്റെ മുമ്പൊക്കെ ഉണ്ട്. അങ്ങനെ വന്നതാ ഇപ്പൊ ഈ ബി മാജിക്. അപ്പൊ എനിക്കറിയാം എന്നെ ഒരുപാട് ഉയർത്തിയതാ ദൈവം. എല്ലാ ഹിന്ദുവും ഒന്നിച്ച് തന്നതായിരിക്കും ഇതിലോട്ട് വന്നത്. ഓക്കെ, then റസാഖ് സർ. ഓക്കെ, താങ്ക് യു മേഘക്കുട്ടി. നല്ല ഉഷാറായിട്ട് പ്രസന്റേഷൻ ചെയ്തു. ഞാൻ അതോ നോക്കിയത്. ആ പ്രസന്റേഷൻ നല്ല സൂപ്പറായിട്ട് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ ഹിസ്റ്ററി, അതായത് സ്റ്റോറി ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞത് അല്ലേ. നമ്മളെ കഥയാണ്. എല്ലാവർക്കും ഒരു കഥ പറയണ്ട. സെബ് സാറ് പറഞ്ഞതുപോലെ എല്ലാവർക്കും ഉണ്ടാവും ഒരു കഥ പറയാൻ. ആ കഥയാണ് പറഞ്ഞത്. നന്നായിട്ടുണ്ട്.
പിന്നെ നമ്മൾ എപ്പോഴും ജീവിതത്തിൽ വഴിമുട്ടി ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരവസ്ഥ വരുമ്പോൾ അപ്പൊ നമ്മുടെ മുമ്പിൽ തെളിയുന്ന ഒരു വഴിയുണ്ട്. അതാണ് അച്ചീവ്മെന്റ്. ആ വഴിയായിരിക്കും നമ്മളെ വിജയത്തിലേക്ക് എത്തിച്ചേരുക. അതേപോലെ തന്നെ ഒരു സംഭവമാണ് ഈ ബിമാജിക് ഒക്കെ നമ്മളെ മുന്നിലേക്ക് വന്നിട്ടുണ്ടാകുക. ലക്ഷക്കണക്കിന് ആളുകൾ നമ്മളെ അയൽവാസികളായിട്ടുണ്ടാവും. പക്ഷെ അവരാരും വന്നില്ലല്ലോ, നമ്മൾ മാത്രമാണ് വന്നത്. അപ്പോ അതിലെന്തോ ഒരു സെലക്ട് ചെയ്യുന്നുണ്ട്. ഓരോ ആളുകളെ ഈ പ്രപഞ്ചം തന്നെ സെലക്ട് ചെയ്തിട്ടാണ് ഓരോ ബേസിലേക്ക് എത്തിച്ചേരുന്നത്. എന്തായാലും നന്നായി പ്രസന്റ് ചെയ്തു. താങ്ക് യു. Okay, Reflexer, thank you so much. Then Mani sir. മാജിക് മോർണിംഗ് മേഘ മാം, വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ടോക്കായിരുന്നു. അതും നല്ല രീതിയിൽ വൃത്തിയായിട്ട് ഒരു പ്രസന്റേഷനും സ്വന്തം ജീവിത കഥ വളരെ മനോഹരമായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പല പരീക്ഷണ ഘട്ടങ്ങളിലും തളരാതെ കരുത്തോടെ പിടിച്ചു നിന്നിട്ട് വിജയം കണ്ടെത്തിയ ആ ഒരു കർമ്മത്തിന് വളരെയധികം താങ്ക്സ് പറയാണ്. കാരണം മറ്റുള്ളവർക്ക് കൂടി പ്രചോദനം നൽകുന്ന ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ പ്രായമായിട്ടുള്ള ആൾക്കാരെയും കൊച്ചു കുട്ടികൾ മുതൽ എല്ലാവരെയും ചേർത്ത് പിടിക്കാനും അവരെ സ്നേഹിക്കാനും പരിചരിക്കാനും ഒക്കെ ഉള്ള ആ മനസ്സിന് ഒരു ഹാറ്റ്സ് ഓഫ് അങ്ങനെ പറയുന്നു. ഏതായാലും താങ്ക് യു. നല്ലൊരു ക്ലാസ് ആയിരുന്നു, നല്ലൊരു പ്രസന്റേഷൻ. ജീവിതകഥ ഇങ്ങനെ തന്നെയാണ് പറയേണ്ടത്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മണി സർ. ഓക്കെ, ദെൻ ഇനി ആരെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്ത് മുന്നോട്ട് വരാം കേട്ടോ. ഓക്കെ, ഷാഹിദ് സർ. ദെൻ ഹലോ ബിനീഷ് സർ, നിഷ മാം, ഇവർക്കൊന്ന് സംസാരിക്കാവോ? ഹലോ ദിവ്യ മാം. ഹലോ. ദിവ്യ മാം സംസാരിച്ചോളൂ. മേഘ മാം, നല്ലൊരു ക്ലാസ് ആയിരുന്നു. എന്താ പറയാ, സ്റ്റോറി എന്ന് പറയുമ്പോൾ ഇതുപോലെ ആയിരിക്കണം എന്ന് തോന്നിപ്പോകുന്ന നല്ല കണ്ടിന്യൂവേഷൻ ഉണ്ടായിരുന്നു. പിന്നെന്താ പറയാ, ആ ഒരു കൗമാരപ്രായത്തിൽ അനുഭവിച്ച ബുദ്ധിമുട്ടുകള്, പിന്നെന്താ പിന്നെ എല്ലാവരെയും പരിഗണിക്കാൻ കഴിയുക എന്ന് പറയുന്നത്, പിന്നെ ദയയോടുകൂടി നോക്കുക, പിന്നെ നമ്മളുടെ അച്ചീവ്മെന്റ്, നമുക്ക് കിട്ടിയ അച്ചീവ്മെന്റ്, എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സ്റ്റോറി പറഞ്ഞത് സത്യം പറഞ്ഞ ഹൃദയത്തിൽ ശരിക്കും സ്പർശിച്ചു എന്ന് വേണം പറയാൻ. ഒരുപാട് സന്തോഷം. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു ദിവ്യ മാം. മേഘ മാം, അപ്പോ എങ്ങനെ തോന്നുന്നു? ഹാപ്പി ആണോ ഇപ്പോ? ഒരുപാട് ഹാപ്പിയാ. പക്ഷെ എനിക്ക് കിട്ടിയത്, ഈ സ്നേഹിക്കാൻ കിട്ടിയ അത്ര എന്റെ ബാല്യം കൊണ്ടാവണം. എന്നെ വളർത്തി, ഞാൻ പറഞ്ഞല്ലോ, എന്റെ അമ്മമാരും വലിയമ്മമാരും ഒക്കെ നല്ല പ്രായം കൂടിയവർ. ഇപ്പോഴും റോഡ് അരികിൽ ഒരു വയസ്സായവരെ കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് സങ്കടം തോന്നും. അയ്യോ, എനിക്ക് പെട്ടെന്ന് അവരുടെയൊക്കെ മുഖങ്ങളില്, എന്റെ വലിയമ്മമാരുടെ എന്ന് വെച്ചാൽ അവരെല്ലാം നല്ല പ്രായമായിട്ട്, എല്ലാവർക്കും എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു, എന്റെ വലിയമ്മമാർക്കും എന്റെ വലിയച്ഛനും ഒക്കെ. അതുകൊണ്ട് വയസ്സായവർ ആരെങ്കിലും കണ്ടാൽ ഞാൻ പോയി ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും. റോഡിൽ ഇരിക്കുന്ന കണ്ട അവർക്ക് ടിക്കറ്റ് ഇല്ലാതെ ഇരിക്കുന്നവർക്ക് ഞാൻ ടിക്കറ്റ് എടുത്തു കൊടുക്കും. എനിക്ക് സ്നേഹം തന്നവരാ വലിയമ്മമാര്. പിന്നെ എനിക്ക് അടുത്ത എന്റെ കുഞ്ഞുങ്ങളാ. കാരണം ഏട്ടന്റെ മക്കൾക്കൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും അവർക്ക് മാമീന്ന് വിളിച്ചുകൊണ്ട് ഓടി വന്ന അവർക്ക് ഭയങ്കര, അവര് പറയും ഞങ്ങളെ വളർത്തുന്നത് നിങ്ങളല്ല, ഈ മാമിയാണ്. ഒരുപക്ഷെ എനിക്ക് സ്നേഹം തന്നത് ഞാൻ തിരിച്ചെടുത്തു. അതുകൊണ്ടാവും ഇപ്പോഴും എനിക്ക് ഒത്തിരി പേരെ സ്നേഹിക്കാൻ പറ്റുന്നത്. ബാല്യം നന്നായ ബാക്കി നന്നാവും എന്ന് പറയുന്നത്. എന്റെ ബാല്യം ദൈവം നല്ലതാണ്, അതാവണം എനിക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റിയെന്ന് ഇപ്പോഴും തോന്നുന്നു. ഓക്കെ, താങ്ക് യു. എനിക്ക് ഒരുപാട് സന്തോഷമായി. ഓക്കെ മാം. ഓക്കെ, നമ്മളിപ്പോ പറയാറുണ്ട്, ഇതിലൊക്കെ തന്നെ ഒരുപാട് പേര് പറയാറുണ്ട്, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ നമ്മൾ ജീവിച്ച് വളർന്നിട്ടുള്ള സാഹചര്യങ്ങളാണ് എന്നുള്ളത്. അപ്പോ മാമിന് 2 തരം സ്റ്റേജസ് വന്നിട്ടുണ്ട്. ബാല്യകാലം വരുന്നുണ്ട്, മറ്റുള്ള സ്റ്റേജും വന്നിട്ടുണ്ട്. പക്ഷെ അതിന് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ബാല്യകാലം ആയതുകൊണ്ട് തന്നെ മാമിന് ആ ഹാപ്പിനെസ്സും കാര്യങ്ങളും കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുന്നത് തോന്നുന്നു. ഓക്കെ, അപ്പൊ അതിൽ തന്നെ ഫോക്കസ് ചെയ്യുക, അതിനെ കുറിച്ച് ആലോചിക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി ഹാപ്പി ആയിട്ട് എപ്പോഴും ഇരിക്കട്ടെ. ഓക്കെ, ഫീഡ്ബാക്ക് പറയാൻ ആരെങ്കിലും മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്ത് മുന്നോട്ട് വരാം കേട്ടോ. പ്രകാശ് സർ, അബിത മാം, ഷാജിൻ സർ, എല്ലാവരും ഉണ്ട്. രഞ്ജിമ എന്ന് പറഞ്ഞ മാമിനെ വിളിക്കുവോ? രഞ്ജിമ സുനിൽ. ഹലോ രഞ്ജി മാം, കേൾക്കാവോ?
ഹലോ. ഓക്കെ. ഹലോ. ആ മാം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താവോ എന്റെ മാം? പേര് രഞ്ജിമ എന്നാണ്. ഓക്കെ. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ. കേൾക്കാം മാം. ഹലോ. ഹലോ പറഞ്ഞോളൂ മാം, കേൾക്കുന്നുണ്ട്. ഓക്കെ. രഞ്ജിമ എന്നാണ്, എറണാകുളമാണ്. ഹലോ. ഹലോ. മാം, ഓക്കെ. നിങ്ങൾക്ക് ഈ ക്ലാസ്സിനെ കുറിച്ച് എന്താ പറയാനുള്ളത് അത് പറഞ്ഞോളൂ മാം. രഞ്ജിമ മാം. നല്ല ക്ലാസ് ആയിരുന്നു. ശരിക്കും പറഞ്ഞ സങ്കടം, ഭയങ്കര വിഷമം തോന്നി കേട്ടപ്പോ. എന്തോ ഭയങ്കര ഹൃദയത്തിൽ തട്ടിപ്പോയി. പിന്നെ നല്ല ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും നമുക്ക് അതിൽ നിന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റി. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു. ഓക്കെ രഞ്ജിമ മാം, താങ്ക് യു സോ മച്ച്. ഓക്കെ, then പ്രകാശ സർ മ്യൂട്ട് ആണ്. മാജിക് മണി കേൾക്കുന്നില്ലേ? കേക്കാം. ഓക്കെ. വളരെ നന്നായിട്ടൊന്ന് ഫീൽ ചെയ്ത്. കാരണം ഹൃദയത്തിൽ നിന്ന് വരുന്നതാകുമ്പോഴത്തേക്കും അതിനകത്ത് തടസ്സമൊന്നും വരില്ല. നമ്മള് എടുത്തു പറയുമ്പോഴത്തേക്കാണ് അതിനകത്ത് തടസ്സം വരുന്നത്. ബാല്യകാലം വളരെ ഭംഗിയായി, വളരെ സന്തോഷകരമായിട്ട് പോവുകയും പിന്നീട് വന്നപ്പോ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ പറഞ്ഞപ്പോഴത്തേക്ക് ഒരു ഫീലിംഗ്, ഇതെങ്ങനെ അത് ശരിക്കും അനുഭവിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് അതേ രീതിയിൽ പറയാൻ പറ്റണത്. അതിൽ നിന്നുണ്ടായ, ഇപ്പൊ ബഷീർ സാർ പറഞ്ഞോണ്ട് അതിൽ നിന്നുണ്ടായ ആ ഒരു കരുത്താണ് പിന്നീട് നമുക്ക് എങ്ങനെ ജീവിക്കണം എന്ന് തിരിച്ചറിയാൻ പറ്റിയത്. അതിനകത്ത് രണ്ടുപേരുടെ സഹായം പറയുന്നുണ്ട്. ടീച്ചർ, ഹെഡ് മിസ്റ്റേഴ്സ് ഒക്കെ ഇത് ആ കഥ കേട്ടിട്ട് അവര് സഹായിച്ചൊരു ഭാഗമുണ്ട്. പക്ഷെ അത് നമ്മൾ അത്രത്തോളം സ്നേഹിച്ചിരുന്ന നമ്മുടെ വീട്ടുകാരിൽ നിന്ന് നമുക്ക് അത് നേടാൻ പറ്റിയില്ല. അപ്പൊ അവര് സ്നേഹിച്ചിരുന്നത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു ഭാഗം അത് തന്നെയാണ്. കാരണം നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. മറ്റുള്ളവരെല്ലാവരും നമ്മൾ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ അത് നമ്മൾ ചൂഷണം ചെയ്യാനായിരിക്കും. പക്ഷെ നമുക്കത് മനസ്സിലാവില്ല. ആ ഒരു തിരിച്ചറിവിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ തന്നെ അതൊരു വളരെ അച്ചീവ്മെന്റ് ആണ്. പിന്നെ ബി മാജിക്കിൽ വന്ന ശേഷം അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ സാധിച്ചത്, അതാണ് എന്റെയും ഒരു അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാല്. ഞാനും ഇങ്ങനെ കഥ മെനഞ്ഞോണ്ടിരിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓർത്ത് വെക്കുമ്പോൾ സങ്കടം വരുന്നതുകൊണ്ടാണ് ഞാനതിലേക്ക് കടക്കാത്തത്. ഏതായാലും വളരെ നല്ലൊരു ആ മൈൻഡ് തുറന്നതിൽ വളരെയധികം സന്തോഷം. താങ്ക് യു വെരി മച്ച്. ഒന്നുകൂടെ പറയാൻ വിട്ടുപോയി, ഞാൻ നല്ല വായനക്കാരിയായിരുന്നു. എന്റെ ഏകാന്തങ്ങൾ മൊത്തം പുസ്തകങ്ങളായിരുന്നു എന്റെ കൂട്ടുകാര്. ഒരു ദിവസം ഒരു ബുക്കിങ്ങനെ വായിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം എവിടെന്നെങ്കിലും ഒക്കെ ബുക്കുകൾ തട്ടിപ്പിടിച്ചെന്ന് വെച്ചാൽ ഞാൻ വായനയിൽ മാത്രമേ എനിക്ക് സന്തോഷം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാവാം എഴുതാനും പറയാനും ഒക്കെ എനിക്ക് ഇത്തിരി ആവുന്നത് ഈ വായന കൊണ്ടാവണം. തീർച്ചയായിട്ടും. ഓക്കെ താങ്ക് യു മാം. എന്തായാലും മാമിന്റെ ലൈഫിൽ ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ. ഇതുപോലെ ഞങ്ങൾക്ക് ഒരുപാട് ബ്ലെസ്സിങ്സും ഉണ്ടായിരിക്കട്ടെ. എനിവേ ഓൾ ദി ബെസ്റ്റ്. എന്തായാലും ഹാപ്പി ആയിട്ടിരിക്കുക മാം. ഓക്കെ. അപ്പൊ ഈ മാം പറഞ്ഞ പുസ്തകം ഒരുപാട് വായിക്കുന്നത്, എനിക്ക് അതിലൂടെയൊക്കെ മാമിന് ഈ ഫീലിങ്സോട് കൂടി സംസാരിക്കാൻ പറ്റുന്നത്. കാരണം മാം പറയുന്ന ഓരോ വേർഡ്സിനും ആ മാമിന്റെ ഫീലിങ്സ് എന്താണ് നമുക്ക് ക്യാച്ച് ചെയ്യാൻ നന്നായിട്ട് പറ്റുന്നുണ്ട്. എനിവേ അതൊരു വലിയ ബ്ലെസ്സിങ്സ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നത്. എനിവേ താങ്ക് യു സോ മച്ച് മാം. അപ്പോ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ. എനിവേ താങ്ക് യു സോ മച്ച്. ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച് ടു. എല്ലാവരും ലീവ് ചെയ്തോളൂ കേട്ടോ. ഞാൻ Thank you. ഇന്ന് ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്. നല്ലൊരു സ്റ്റോറി കേൾക്കാൻ കഴിഞ്ഞതിന് താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. Thank you all. Thank you.